മകളെ, ജെറുസലേം പ്രയർ ലൈനിലേക്ക് വിദേശങ്ങളിൽ നിന്നും സ്വദേശങ്ങളിൽ നിന്നും വിവിധങ്ങളായ ഭവനങ്ങളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും അച്ഛൻ വ്യക്തമായി കാണുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഭവനങ്ങളിലും ആശുപത്രിയിലും കഴിയുന്ന ഒട്ടനവധി രോഗികളായ മക്കളുടെ പക്കലേക്ക്, സഹിക്കുന്ന മക്കളുടെ പക്കലേക്ക് ഈശോ കടന്നു വരികയാണ്. പ്രാർത്ഥനയോടെ ഈ വചനമൊന്ന് ആവർത്തിക്കണം കേട്ടോ. കണ്ണുനീരും പ്രയാസങ്ങളും വേദനകളുമൊക്കെ കടിച്ച് ചവച്ചരച്ച് കഴിക്കുന്ന മക്കളൊക്കെ ഞാൻ കാണുന്നുണ്ട്. കർത്താവ് അവരെയൊക്കെ സ്നേഹിക്കുന്നുണ്ട് കേട്ടോ. നമ്മെ കർത്താവ് വളരെയധികം സ്നേഹിക്കുന്നുണ്ട്. നമുക്ക് വചനം കേൾക്കാം. പ്രഭാഷകന്റെ പുസ്തകം 2-ാം അധ്യായം 5-ാം വാക്യം. സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു, സഹനത്തിൻ്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും. എന്തു നല്ല വചനമാണല്ലേ! ഒരു വലിയ ആത്മീയ സമ്പത്ത് ഇതിനകത്ത് ഒരുക്കി വച്ചിട്ടുണ്ട്. കർത്താവിന് സ്വീകാര്യരായവർ ആരാണ്? സഹനത്തിലൂടെ, കഷ്ടപ്പാടുകളിലൂടെ, വേദനയിലൂടെ, സഹനത്തിൻ്റെ തീച്ചൂളയിലൂടെ കടന്നു പോകുന്നവരെയാണ് കർത്താവ് സ്വീകാര്യരായവർ എന്ന് പറയുന്നത്. സഹനങ്ങൾ പൂർണ്ണമായും ദൈവാശ്രയ ബോധത്തിൽ നമ്മെ വളർത്തുകയാണ്. സഹനങ്ങൾ ജീവന്റെ കിരീടം നമുക്ക് സമ്മാനിക്കുകയാണ്. സഹനത്തിലൂടെയാണ് നമ്മിലെ സൃഷ്ടവസ്തുവിനോടും ലോകമോഹങ്ങളോടുള്ള ക്രമരഹിതമായ ഒട്ടിച്ചേരൽ അവസാനിക്കുന്നതെന്ന് ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. സഹനങ്ങളിലൂടെയാണ് വിശ്വാസം തെളിയിക്കപ്പെടുന്നതും. ഓർക്കണേ, രണ്ടുപേർ തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ ശക്തി തെളിയിച്ചു കൊടുക്കുന്നത് സഹനങ്ങളിൽ കൂടെ നിൽക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ടാണ്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, സന്തോഷത്തിന് കൂട്ടിനുണ്ടാകുകയും സന്താപത്തിൽ കൈവിടുകയും ചെയ്യുന്ന സൗഹൃദങ്ങൾ യഥാർത്ഥ്യമല്ല. അല്ലേ? സത്യമല്ലേ പറഞ്ഞത്? ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാനിർഭരമായ പ്രഭാതം, സൽപ്രവൃത്തികൾ നിറഞ്ഞ ദിവസം നൽകി നാം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വിവിധങ്ങളായ സ്ഥലങ്ങളിൽ കണ്ണുനീരും കയ്യുമായി കഴിയുന്നവരിലേക്ക്, വേദന കടിച്ചു നിന്നവരിലേക്ക്, സങ്കടങ്ങളും പ്രയാസങ്ങളുമായി കഴിയുന്നവരിലേക്ക് ഈശോയെ നീ ഒന്ന് കടന്നു ചെല്ലണമേ. അവിടെ കണ്ണുനീരിൻ്റെ ചരിത്രത്തിലേക്ക്, വേദനയുടെ നിമിഷങ്ങളിലേക്ക് യേശുവെ നീ ഒന്ന് കടന്നു ചെല്ലണമേ. ഈ രാത്രിയിൽ തന്നെ, ഇപ്പോൾ തന്നെ രോഗികളെ തൊട്ട് സുഖപ്പെടുത്തണമേ. എല്ലാ സഹനങ്ങളും കൃപകളാക്കി മാറ്റുവാനുള്ള വരം നൽകണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിമളവും നാം എല്ലാവരോടും ഈ പ്രാർത്ഥന വിവിധങ്ങളായ മക്കളിലേക്ക് ഷെയർ ചെയ്യുന്നതിനും വന്ന് നിറയട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.